ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വെർജീനിയ വൂൾഫ് എഴുതിയ എ റൂം ഓഫ് വൺസ് ഓൺ എന്ന കഥയെക്കുറിച്ചാണ്. വെർജീനിയ വൂൾഫ് എന്നത് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ശബ്ദങ്ങളിലൊന്നാണ്. നൂറ്റാണ്ടുകളുടെ പുരുഷാധിപത്യ സാഹിത്യ പ്രപഞ്ചത്തെ വെല്ലുവിളിച്ചവളാണ് വൂൾഫ്. സ്ത്രീകൾക്ക് സാഹിത്യത്തിൽ എഴുതാനുള്ള അവകാശം, അതിന് ആവശ്യമായ സാഹചര്യങ്ങൾ, ലിംഗനീതിയുടെയും ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെയും ആവശ്യകത, ഇവയെല്ലാം ചേർത്ത് കെട്ടിയ ആഴത്തിലുള്ള നിരീക്ഷണമാണ് എ റൂം ഓഫ് വൺസ് ഓൺ എന്ന കൃതിയിൽ പ്രതിപാദിക്കുന്നത്. ഇത് ആദ്യം 1928 ന്യൂൻഹാം കോളേജിലും ഗേർട്ടൺ കോളേജിലും നടത്തിയ 2 പ്രസംഗങ്ങളാണ്. ഈ പ്രസംഗങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയതാണ്. സ്ത്രീകൾക്കും പുരുഷന്മാരെപ്പോലെ എഴുത്തിന് അനുയോജ്യമായ സാഹചര്യം വേണമെന്ന് വൂൾഫ് ഈ കൃതിയിൽ തീർച്ചയായും പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് എഴുതി മുന്നേറാൻ പണം വേണ്ടിയും സ്വാതന്ത്ര്യം വേണ്ടിയും ഉണ്ട് എന്നതാണ് ഇതിൻ്റെ പ്രധാന വാദം. ഇനി നമുക്ക് ഈ കൃതിയുടെ പശ്ചാത്തലവും ഉദ്ദേശവും എന്താണ് എന്ന് നോക്കാം. വൂൾഫ് തൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞതുപോലെ, ഒരു സ്ത്രീക്ക് എഴുത്തുകാരിയാകണമെങ്കിൽ അവൾക്ക് 12.5 പൗണ്ടും ഒരു തനതായ മുറിയും വേണം. സ്ത്രീയുടെ ചിന്താ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും മുമ്പിൽ വേണ്ടത് അവളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള ഭദ്രതയും സാമ്പത്തിക സ്വാതന്ത്ര്യവുമാണ്. സ്ത്രീകളുടെ ചരിത്രം സാഹിത്യരംഗത്ത് എങ്ങനെ ഇടറിപ്പോയി എന്നോ അവരെ എങ്ങനെ സംസ്കാരം കൂടാതെ സംസ്കാരങ്ങൾ തിരസ്കരിച്ചിട്ടുണ്ട് എന്നോ വൂൾഫ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ കൃതി സ്ത്രീകൾക്ക് മാത്രം സരളമായ ഉണർവല്ല, സമൂഹത്തെ അതിൻ്റെ തലച്ചോറുകൾ അന്വേഷിക്കേണ്ട സന്ദേശവുമാണ്. ചരിത്രപരമായ തിരിച്ചടികൾ. വൂൾഫ് തൻ്റെ കൃതിയിൽ ജുഡിത്ത് ഷേക്സ്പിയർ എന്ന ഇല്ലാത്ത ഒരു സഹോദരിയെ സൃഷ്ടിക്കുന്നുണ്ട്. ഷേക്സ്പിയർക്ക് ലഭിച്ചിരുന്ന അവസരങ്ങൾ ജുഡിത്തിന് കിട്ടിയിരുന്നുവെങ്കിൽ അവളും മഹത്തായ എഴുത്തുകാരിയാകുമായിരുന്നു എന്നതാണ് വൂൾഫിൻ്റെ വാദം. എന്നാൽ ജുഡിത്തിയെ വീട്ടിലെഴുതാൻ അനുവദിക്കപ്പെട്ടിരുന്നില്ല. അവളുടെ കഴിവുകൾ അവഗണിക്കപ്പെടുകയാണ് ചെയ്തത്. ഒടുവിൽ ജീവിതം പോലും നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഇതിലൂടെ വൂൾഫ് സ്ത്രീകളെ സംബന്ധിച്ച പുരാതന വ്യവസ്ഥകളും അതിനാൽ സ്ത്രീ എഴുത്ത് എങ്ങനെ ഇല്ലാതായി എന്നതും വിശദമാക്കുന്നുണ്ട്. സ്ത്രീകളുടെ ആത്മസംസ്കാരവും ലോകത്തെ കാണുന്ന രീതി പുരുഷ സാമൂഹികത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് എങ്ങനെ മോചിതമാകാമെന്നും വൂൾഫ് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി സാഹിത്യത്തിലെ സ്ത്രീയുടെ അഭാവത്തെക്കുറിച്ച് വൂൾഫ് പറയുന്ന ആശയങ്ങൾ. വൂൾഫ് വ്യക്തമാക്കുന്നത് സ്ത്രീയുടെ അനുഭവങ്ങൾ സാഹിത്യത്തിൽ പ്രതിഫലിക്കാത്തതിൻ്റെ ദൗർഭാഗ്യമാണ്. പുരുഷന്മാരാണ് ചരിത്രം എഴുതിയത്, അതിനാൽ സ്ത്രീയുടെ ജീവിതം അവഗണിക്കപ്പെടുകയാണ് ചെയ്തത്. സ്ത്രീ എന്നത് നോവലിൽ പ്രണയത്തിനായുള്ള ഉപാധിയായി മാത്രമാണ് വന്നത്. സ്ത്രീകൾക്കായുള്ള വിദ്യാഭ്യാസം, വായനയ്ക്ക് അനുമതി, കൃതികൾ എഴുതാനുള്ള ഇടം എന്നിവ ഇല്ലാതായതുകൊണ്ടാണ് അവരുടെ ശബ്ദം ചിതറിപ്പോയത്. വൂൾഫ് പറയുന്നു, സ്ത്രീക്കൊരു ശബ്ദമുണ്ടായിരുന്നുവെങ്കിൽ അത് പലതവണ മിണ്ടാതെ പോകേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വൂൾഫ് പറഞ്ഞ ആശയങ്ങൾ. വൂൾഫ് തൻ്റെ അനുഭവങ്ങൾ കാംബ്രിഡ്ജിലെ യാത്രകളിലൂടെ വിശദീകരിക്കുകയാണ്. സ്ത്രീകൾക്ക് ലൈബ്രറികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. വിദ്യാലയങ്ങളിൽ സ്ത്രീകൾക്ക് കൃത്യമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പുരുഷ സമൂഹം സ്ത്രീയെ വല്ലാതെ ഉപേക്ഷിച്ചിരുന്നു. വൂൾഫ് പറയുന്നു, ഒരു സ്ത്രീക്ക് എഴുതാൻ പണം വേണം. ആ പണം അവളെ അന്യന്മാരിൽ നിന്നുള്ള ആശ്രയത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ളപ്പോൾ മാത്രമേ സ്ത്രീക്ക് സ്വതന്ത്ര ചിന്ത കൈവരിക്കുകയുള്ളൂ. ഇനി ലിംഗചിന്തയുടെ പരിധി. വൂൾഫ് ആകാംക്ഷയോടെ അന്വേഷിക്കുന്നത് സ്ത്രീയുടെ ആന്തരിക തലത്തിലുള്ള ശബ്ദമാണ്. അതിനായി അവൾ ആൻഡ്രോജീനി എന്ന ആശയം തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അത് സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു സൃഷ്ടിപരമായ നിലയാണ്. ഒരു എഴുത്തുകാരൻ ഒരു ലിംഗത്തിലേക്ക് മാത്രം ഒതുങ്ങരുത്. ഉള്ളിൽ സ്ത്രീയും പുരുഷനും ചേർന്ന് പുതിയൊരു സൗന്ദര്യം സൃഷ്ടിക്കണം. അതുപോലെ സ്ത്രീയും ലിംഗത്വത്തിൽ ഒതുങ്ങാതെ ആഗോളമായ ചിന്തയെ സ്വീകരിക്കണം. ഇത് ലിംഗചിന്തയുടെ പരിധികളെ ഭേദിക്കുന്ന പുതിയ വായന വീക്ഷണമാണ്. സ്ത്രീ എഴുത്തുകാർ, ഒരു അവലോകനം നമുക്ക് നോക്കാം. വൂൾഫ് പല സ്ത്രീ എഴുത്തുകാരെയും സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. ജെയിൻ ഓസ്റ്റിൻ, അതേപോലെ തന്നെ ഇമിലി ബ്രോണ്ടെ, ജോർജ് എലിയറ്റ്, ഇവരുടെ ജീവിതവും സൃഷ്ടികളും സ്ത്രീയുടെ തനതായ എഴുത്തിന് ഉദാഹരണങ്ങളാണ്. ഇവരുടെ എഴുത്തിൽ അവരെ അനുഭവിച്ച ലോകം, അവരെ തടഞ്ഞ ശബ്ദങ്ങൾ, പിന്നെ ഉള്ളിലെ വിമോചനം, ഇതെല്ലാം കാണാം. വൂൾഫ് പറയുന്നു, അവർ പുറത്തു വന്ന ശബ്ദങ്ങൾ മാത്രമല്ല, ഉള്ളിലെ മൗനം വരെ എഴുതിയവരാണ്.
ആധുനിക സ്ത്രീ എഴുത്തിന് ഊൾഫ് നൽകുന്ന വഴികാട്ടൽ എന്താണെന്ന് നോക്കാം. 21-ാം നൂറ്റാണ്ടിലെത്തിയപ്പോൾ സ്ത്രീകൾക്കുള്ള അവസരങ്ങൾ വളരെയധികം വിപുലമായി. എന്നാൽ പുരുഷാധിപത്യ ഘടനകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ഊൾഫ് പറയുന്നത് സ്ത്രീകൾക്കൊരു സ്വന്തം ലോകം വേണം, എഴുതാൻ, ചിന്തിക്കാൻ, സ്വതന്ത്രമായി ജീവിക്കാൻ. ഈ വഴിയിൽ സ്ത്രീകൾ സ്വന്തം ശബ്ദം കണ്ടെത്തുകയാണ് വേണ്ടത്. അവരുടെ അനുഭവങ്ങളും വികാരങ്ങളും ലോകവുമായി പങ്കുവെക്കണം. അതിലൂടെ എഴുത്ത് ഒരു വിമോചന പ്രക്രിയയായി മാറും. ആധുനിക പ്രസക്തിയും പ്രഭാവവും. എ റൂം ഓഫ് വൺസ് ഓൺ ഇന്നും പ്രസക്തമായിരിക്കുന്നു. ലോകമാകെയുള്ള സ്ത്രീകൾ എഴുത്തിനും ചിന്തയ്ക്കും വേണ്ടി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിലും അവരുടെ അവകാശങ്ങൾ ഇപ്പോഴും തള്ളപ്പെടുന്നു. വൂൾഫിൻ്റെ ആശയങ്ങൾ ഇന്നത്തെ ലിംഗവാദ ചർച്ചകളിലും ജീവിത ചിന്തകളിലും അടയാളപ്പെടുത്തുന്നു. സ്ത്രീയെ അനുഷ്ഠാനപരമായി അതിരുകൾക്കിടയിലാക്കിയ സമൂഹം മാറേണ്ടത് ഇന്നും അത്യാവശ്യമാണ്. വൂൾഫ് നൽകിയ ശബ്ദം ഇന്നത്തെ പല എഴുത്തുകാരിയും തുടരുന്നു. ഇതിൽ വന്ന വിമർശനങ്ങളും അഭിപ്രായങ്ങളും. വൂൾഫിൻ്റെ കൃതിയെ വിമർശിച്ചവരുണ്ട്. ചിലർ പറഞ്ഞത് ഇതിൽ ക്ലാസ് മുതലുള്ള പൊരുത്തക്കേടുകളുണ്ട്. മറ്റു ചിലർ പറഞ്ഞു ഗ്രാമീണ സ്ത്രീകളുടെ യാഥാർത്ഥ്യം അതിൽ പ്രതിഫലിപ്പിക്കുന്നില്ല എന്ന്. എങ്കിലും ഈ കൃതി സ്ത്രീയെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഒന്നായിട്ടാണ് ഇപ്പോഴും വായിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഷയും ആശയവിനിമയ ശൈലിയും വളരെ ആഴമുള്ളതും ദാർശനികവുമായതാണ്. എ റൂം ഓഫ് വൺസ് ഓൺ എന്ന കൃതി കാലാതീതവും അത്യാവശ്യവുമായ ഒരു സ്ത്രീ ശബ്ദമാണ്. വെർജീനിയ വൂൾഫ് സ്ത്രീയെ ഒരു വായനക്കാരിയാക്കാൻ മാത്രമല്ല, ഒരു ചിന്തകയാക്കാനും എഴുത്തുകാരിയാക്കാനും ശ്രമിച്ച സാഹിത്യകാരിയാണ്. ഇന്ന് മലയാളത്തിലും സ്ത്രീകളുടെ ശബ്ദങ്ങൾ ശക്തമായി വരുമ്പോൾ വൂൾഫിൻ്റെ ആശയങ്ങൾ അവരെ ആധുനികതയിലേക്കും വിമോചനത്തിലേക്കും നയിക്കുന്നുണ്ട്. സ്ത്രീകൾക്കൊരു തനതായ മുറിയും അവകാശവുമുള്ളതാണ്. അത് എഴുത്തിലൂടെയും പഠനത്തിലെയും സാക്ഷാത്കരിക്കപ്പെടേണ്ടതാണ്. താങ്ക് യു.